പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് പര്യടനം രാജ്യത്തിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചോ? ചുരുങ്ങിയത് 2 രാജ്യങ്ങളിലെങ്കിലും അങ്ങനെ സംഭവിച്ചു. നോർവേയിൽ മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ മോദി സ്ഥലം വിട്ടു. മാധ്യമങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും ഇതൊരു വിഷയമാക്കി. മോദി മാധ്യമങ്ങളോട് മുഖം തിരിച്ചു എന്നും ചോദ്യത്തിന് മറുപടിയില്ലാതെ ഇറങ്ങിയോടി എന്നും വാർത്ത വരുന്നത് ഹെലെ ലിങ് എന്ന മാധ്യമ പ്രവർത്തകയുടെ സമൂഹ മാധ്യമ പോസ്റ്റോടെയാണ്. നോർവേ പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയുമൊത്ത് മോദി മാധ്യമങ്ങളെ കണ്ടു. നേതാക്കളുടെ പ്രസ്താവനയല്ലാതെ ചോദ്യോത്തരമുണ്ടായില്ല. മോദി വാർത്താ സമ്മേളനം നടത്താറില്ലെന്നും ചോദ്യങ്ങൾ സ്വീകരിക്കാറില്ലെന്നും അറിഞ്ഞു തന്നെ ഹെലെ അതിനെപ്പറ്റി ചോദ്യമെറിഞ്ഞു. അക്കാര്യം പിന്നീട് ട്വീറ്റ് ചെയ്തു. വെറും 800 ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന എക്സ് അക്കൗണ്ടിൽ ഒറ്റ ദിവസം കൊണ്ട് 1,00,000-ലേറെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ വൈറൽ പോസ്റ്റായി അത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പറ്റി അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല, ഞാൻ ഉത്തരം പ്രതീക്ഷിച്ചുമില്ല എന്ന്. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 1-ാം സ്ഥാനത്താണ് ഞങ്ങൾ. വിദേശ സഖ്യരാജ്യങ്ങളിലെ നേതാക്കളോട് ചോദ്യം ഉന്നയിക്കുക ഞങ്ങളുടെ ചുമതലയാണ്. ആ വൈറൽ ട്വീറ്റിനൊപ്പം മോദി ചോദ്യം കേൾക്കാത്ത മട്ടിൽ വേദി ഒഴിയുന്ന ദൃശ്യവും ചേർത്തു. Prime Minister Modi, why don't you take some questions from the freest press in the world? മോദി റിപ്പോർട്ടറുടെ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുന്ന ദൃശ്യം വൈറലായതോടെ ഇന്ത്യ പരിക്ക് തീർക്കാൻ ശ്രമം തുടങ്ങി. ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് വാർത്താ സമ്മേളനം വിളിച്ചു. ഹെലെ ലിങ്ങിനെയും അതിലേക്ക് ക്ഷണിച്ചിരുന്നു. സിബി ജോർജിന്റെ ആ മറുപടി ഇന്ത്യൻ പത്രങ്ങൾ നന്നായി ആഘോഷിച്ചെങ്കിലും വിദേശ മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്തിയോ എന്ന് സംശയം. ഹെലെയും ക്ഷണമനുസരിച്ച് ചെന്നു. പക്ഷേ ചെല്ലും മുൻപ് ഹെലെ തന്റെ ചോദ്യം ട്വിറ്ററിൽ ആവർത്തിച്ചു, എനിക്ക് മോദിയോട് ചോദ്യം ചോദിക്കാനാകുമോ എന്ന്. പക്ഷേ സിബി ജോർജിന്റെ പരിപാടി ഒരു ചടങ്ങ് തീർക്കൽ മാത്രമായി കലാശിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ ഇന്ത്യയിലെ സർക്കാരിനെ വിശ്വസിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റി ഒരു പ്രഭാഷണം തുടങ്ങുന്നത് കണ്ട ഹെലെ ചോദ്യം ആവർത്തിച്ചു. India had epics and books. Let me answer the question. Please don't interrupt me. Please don't interrupt me. You ask me a question, please. This is my press conference. പ്രസംഗ ശൈലിയിൽ സിബി ജോർജ് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തെപ്പറ്റി, പുരാണങ്ങളെപ്പറ്റി, കോവിഡിനെ നേരിട്ടതിനെപ്പറ്റി, യോഗയെപ്പറ്റി, ഭരണഘടനയെപ്പറ്റി ദീർഘഭാഷണം ചെയ്തു. Why should a country trust India? Let me answer that question, please. So, India is a civilizational country which has something unique which it offered to the world and it continues. ഇന്ത്യക്ക് ഭരണഘടനയുണ്ടെന്നും സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടെന്നും ആരുടെയെങ്കിലും അവകാശം ലംഘിക്കപ്പെട്ടാൽ അവർക്ക് കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. We have a constitution which guarantees the rights of the people, fundamental rights of the people. We have equal rights for the women of our country, which is very important. In 1947, we gave the freedom to vote for our women. We won the freedom together, and day one itself. Many countries I know, the voting right for women came after several decades after India gave that freedom. This because we believe in equality, we believe in human rights. If anyone whose rights are violated, they have the right to go to court. ഈ മറുപടി കേട്ട ചില മാധ്യമ പ്രവർത്തകരുടെ കമന്റ് ഇതിലും ഭേദം മോദിയുടെ മൗനമാണ് എന്നായിരുന്നു. ചോദ്യത്തിന്റെ കൃത്യത മറുപടിക്കില്ല. ഹെലെ എക്സിൽ കുറിച്ചു, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യയെ എങ്ങനെ വിശ്വസിക്കും എന്ന കൃത്യമായ ചോദ്യം പല കുറി ചോദിച്ചിട്ടും കോവിഡ് കാലത്തെ സേവനങ്ങളെപ്പറ്റിയും യോഗയെപ്പറ്റിയുമൊക്കെയാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും കൃത്യമായി മറുപടി പറയാൻ കഴിയാതിരുന്നതും സർക്കാരിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രതിച്ഛായയെ ബാധിച്ചു. പിന്നാലെ വന്നു ഹെലെക്കെതിരെ ഓൺലൈൻ ആക്രമണം. ഇത് പ്രസ് ബ്രീഫിംഗ് ആണ്, പ്രസ് കോൺഫറൻസ് അല്ല എന്ന് അറിയാത്തവളെന്ന് ഒരാൾ, ലോക നേതാവിനോട് ചോദ്യം ചോദിക്കാൻ യോഗ്യതയില്ലാത്തവളെന്ന് മറ്റൊരാൾ. US-ൽ മുൻപ് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ടർ മോദിയോട് ചോദ്യം ഉന്നയിച്ചപ്പോഴും BJPയുടെ ട്രോൾ സേന ശകാരവുമായി ഇറങ്ങിയിരുന്നല്ലോ. നോർവേയിലേത് ചോദ്യമില്ലാത്ത വാർത്താ സമ്മേളനം ആയിരുന്നോ? അല്ല,
ദ ഹിന്ദു ലേഖിക സുഹാസിനി ഹൈദർ ഒരു കാര്യം വെളിപ്പെടുത്തി. നോർവേയിൽ ഏത് നേതാക്കൾ ചെന്നാലും പത്രക്കാരുടെ ചോദ്യങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അവിടുത്തെ പ്രധാനമന്ത്രി സ്തോറ മോദിയെ ചോദ്യങ്ങളിൽ നിന്ന് പ്രത്യേകം ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു. ഈ ഒഴിവാക്കൽ മാധ്യമപ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്തോറയാകട്ടെ മോദിയെ പറഞ്ഞയച്ച ശേഷം തിരിച്ചു വന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തു. ഇതിനർത്ഥം എന്താണ്? മോദിയെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ സ്തോറയോട് മുൻകൂട്ടി അഭ്യർത്ഥിച്ചിരുന്നു എന്ന് തന്നെ. എന്നിട്ട് സ്തോറ അതിനെ സാംസ്കാരിക വൈവിധ്യം എന്ന പേരിട്ട് മോദിയുടെ മുഖം രക്ഷിച്ചു. മാധ്യമങ്ങളെ നേരിടാതിരിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ് എന്ന ഈ പ്രസ്താവനയല്ലേ തെറ്റ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാരും തന്നെ, നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ആരും പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലല്ലോ. നെഹ്റുവിൻ്റെ വാർത്താ സമ്മേളനം വലിയ പ്രാധാന്യത്തോടെയാണ് വിദേശ മാധ്യമങ്ങൾ കവർ ചെയ്തിരുന്നത്. Talking about China having a nuclear bomb, it is quite possible in a year's time or 2 years they might have a nuclear test. I don't think they'll ever have any nuclear force worth the name. By ever I mean in foreseeable time. മൻമോഹൻ സിംഗിനെ മൗനി സിംഗ് എന്ന് വിളിച്ചിരുന്നു പലരും. എന്നാൽ ഒരിക്കലും പത്രസമ്മേളനത്തെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത മോദിയെ ഉദ്ദേശിച്ച് മൻമോഹൻ പിന്നീട് പറഞ്ഞു, മാധ്യമങ്ങളെ കാണാൻ എനിക്ക് ഏതായാലും പേടി ഉണ്ടായിരുന്നില്ല എന്ന്. I was not the Prime Minister who was afraid of talking to the press. I met the press regularly, and on every foreign trip that I undertook, I had a press conference on return in the plane or after, immediately after landing. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ എല്ലാവരും വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരാളൊഴിച്ച്. 12 വർഷമായിട്ടും ഒറ്റ പ്രസറും നടത്താത്ത മോദി. നടൻ അക്ഷയ് കുമാറിനെ പോലുള്ളവർ അരാഷ്ട്രീയ ഇൻ്റർവ്യൂ നടത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മാങ്ങ കടിച്ചു മുറിക്കാറാണോ അതോ മുറിച്ച ശേഷം കടിക്കാറാണോ തുടങ്ങിയ ചോദ്യങ്ങളോടെ. ഗോദി മീഡിയക്കാരായ പലരും മോദിയുമായി സ്തുതിപാഠക അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ട്. उत्तर से दक्षिण तक, पूरब से पश्चिम तक एक नैरेटिव है मोदी जी, और ये हमारा एनालिसिस है, वो है नरेंद्र मोदी. मोदी एक नैरेटिव है. मैंने देखा हर जगह आप जिम्मेदारी लेकर खड़े हो जाते हैं कि मोदी के नाम पर वोट देना है. वोट तो सिर्फ मोदी जी को जा रहा है क्योंकि मोदी जी की गारंटी है कि भाई आपके नाम पे ही जीत के आना है. और फिर ये भी लिख दिया कि चटनी के बिना ढोकला बेकार, अब की बार फिर से मोदी सरकार. मोदी जी वो कुछ पाकिस्तान से वीडियोस भी आते हैं, वो कह रहे हैं कि मोदी वहाँ भी प्रधानमंत्री बन जाए. इन नतीजों के बाद राहुल होंगे फरार, अब की बार 400 पार. ഗൗരവപ്പെട്ട ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ മോദിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? പൊന്നപ്പയുടെ ഈ കാർട്ടൂണിലെ പോലെ പ്രസ് കോൺഫറൻസ് അല്ല, പ്രൈസ് കോൺഫറൻസ്, സ്തുതിപാഠക ചോദ്യങ്ങൾ ആണ് അദ്ദേഹത്തിന് ഇഷ്ടം. യഥാർത്ഥ മാധ്യമ കോൺഫറൻസ് ഇഷ്ടമേ അല്ല. മുൻപ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ കരൺ ഥാപ്പറുമായി നടന്ന ഇൻ്റർവ്യൂ 3 മിനിറ്റ് ആയപ്പോഴേക്കും മോദി അവസാനിപ്പിച്ചതോർക്കുക. ഗുജറാത്ത് കൂട്ടക്കൊലയെപ്പറ്റിയും സുപ്രീം കോടതിയുടെ വിമർശനത്തെപ്പറ്റിയുമുള്ള ചോദ്യത്തിന് പിന്നാലെ മോദി അഭിമുഖം നിർത്തി മടങ്ങി. മറ്റൊരു ഘട്ടത്തിൽ ഗുജറാത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഒരു BBC ലേഖിക ചോദ്യമുന്നയിച്ചു. മറുപടിക്ക് പകരം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ബ്രിട്ടീഷുകാർ ആരാണ് എന്ന മറുചോദ്യമാണ് മോദിയിൽ നിന്നുണ്ടായത്. They have no right to talk about the internal matter of any government. I'm very, very clear in my mind. If they have done, they have done wrong. Some would say it is a human right, or is a general international interest. Please don't try to preach us the human rights. We know what the human rights are. You Britishers should not preach us the human rights. മറുപടിയായി ഒന്നുകിൽ രോഷം അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറൽ. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി മോദിയും BJP അധ്യക്ഷൻ അമിത് ഷായും വാർത്താ സമ്മേളനം നടത്തി. പക്ഷെ മോദി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും അമിത് ഷായെ ചൂണ്ടിക്കാട്ടി ഒഴിയുകയായിരുന്നു അദ്ദേഹം. ദ ക്വിൻറ്റ് റിപ്പോർട്ട്. हम तो डिसिप्लिन सोल्जर है, अध्यक्ष हमारे लिए सब कुछ होते हैं. ऐसा मेरा सवाल प्रधानमंत्री से था कि
क्योंकि आपकी पहली प्रेस कॉन्फ्रेंस से आप बता रहे थे, पहला सवाल है कि विपक्षी पार्टियां खिचड़ी पकाने लग गई हैं। 23 तारीख को सोनिया गांधी की मीटिंग बुला दी है, उधर जो है केसीआर साहब वो सबसे मुलाकात कर रहे हैं, तो ऐसे में इनके लिए आपका क्या सजेशन? देखिए, വിദേശങ്ങളിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയായി മോദി പേരെടുത്തിരിക്കുന്നു. നോർവേ സംഭവം നമ്മൾ അറിഞ്ഞു, പക്ഷേ അതിന് തൊട്ട് മുൻപ് നെതർലൻഡ്സിൽ നടന്നത് അറിഞ്ഞില്ല. മോദി എത്തുന്നതിന് തൊട്ട് മുൻപ് മാധ്യമങ്ങളുമായി ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റൻ സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. The Wire report. Ahead of his meeting with Modi, Dutch Prime Minister Rob Jetten told local media that the Netherlands and other EU countries had concerns over developments in India under the BJP government. Jetten said, "It's not only about press freedom, but also about the rights of minorities who are under severe pressure. That applies in the first place to the Muslim community, but also to many other smaller communities." മാധ്യമപ്രവർത്തകരുടെ മനസ്സിൽ ഇതും ഇൻസിയ ഹിമാനി എന്ന പെൺകുട്ടിയുടെ കേസും ഉണ്ടായിരുന്നു. ഇൻസിയയുടെ പിതാവ് മകളെ ഇന്ത്യയിലേക്ക് തട്ടിക്കൊണ്ടുപോയതിനെതിരെ മാതാവിൻ്റെ പരാതിയാണ് വിഷയം. ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉന്നയിക്കാൻ മാധ്യമങ്ങളെ അനുവദിക്കില്ലെന്നും മോദി ചോദ്യങ്ങൾക്ക് മറുപടി നൽകില്ലെന്നും മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഇതിൽ മാധ്യമപ്രവർത്തകർ ഡച്ച് അധികൃതരോട് അതൃപ്തി അറിയിച്ചു. അവർ പറഞ്ഞു, ഡച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ അവസ്ഥയെപ്പറ്റി. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ അവസരം വേണം. അവിടെയും ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് നടന്നത്. കൃത്യമായ മറുപടിയില്ല. ഇന്ത്യൻ ചരിത്രത്തെപ്പറ്റി, നാഗരികതയെപ്പറ്റി, മാധ്യമപ്രവർത്തകരുടെ അജ്ഞതയെപ്പറ്റി അദ്ദേഹം വാചാലനായി. നെതർലൻഡ്സിൽ സംഭവിച്ചത് തന്നെയാണ് പിന്നീട് നോർവേയിലും സംഭവിച്ചത്. ദ ഫെഡറൽ റിപ്പോർട്ട്. She asked Prime Minister Modi why he would not take questions from what she called the freest press in the world. Prime Minister Modi, why don't you take some questions from the freest press in the world? There was no response. Modi shook hands with Stohr, lowered his head, and walked out of the room. No acknowledgement, no reaction, no answer. മോദിയുടെ യൂറോപ്യൻ പര്യടനം ചില നേട്ടങ്ങൾ ഉണ്ടാക്കി. രാജ്യാന്തര ബന്ധം ശക്തിപ്പെടുത്തി. നിക്ഷേപത്തെപ്പറ്റി ധാരണകൾ ഉണ്ടാക്കി. എന്നാൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായക്ക് തെളിച്ചം നൽകുന്നതിൽ നോർവേയിലും നെതർലൻഡ്സിലും പരാജയപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മാധ്യമങ്ങൾ. A day earlier in the Netherlands, a Dutch journalist raised the same concern, asking India's External Affairs Ministry spokesperson why both prime ministers were not available for questions, pointing out that it is standard Dutch tradition for visiting heads of government to take media questions after bilateral meetings. മാധ്യമങ്ങൾക്ക് മുൻപാകെ രണ്ട് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയുടെ അന്തസ്സ് ചോർന്നു എന്ന് വിലയിരുത്തലുണ്ട്. 2 countries, 2 journalists, 2 questions, but nil responses. വിദേശ നേതാക്കൾ സന്ദർശനം നടത്തുമ്പോൾ മാധ്യമങ്ങളുമായി കാണുന്നത് എല്ലായിടത്തും പതിവാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒഴിഞ്ഞു മാറുന്നു. US-ൽ ബൈഡൻ്റെ കാലത്ത് ചോദ്യങ്ങൾക്ക് നിന്നേ പറ്റൂ എന്ന് മാധ്യമങ്ങൾ വാശി പിടിച്ചപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച 2 ചോദ്യങ്ങൾ മാത്രം അനുവദിച്ചു. In 2023, during his White House state visit, Indian officials initially resisted the standard protocol of a joint press event with the US President Joe Biden, pushing for joint statements with zero reporter interaction. What followed were described as lengthy and delicate negotiations. The eventual compromise? Modi would answer exactly 2 pre-selected questions. എന്തുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല? ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നെതർലൻഡ്സും നോർവേയും മറ്റനേകം രാജ്യങ്ങളും അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. പകരം ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നു. അവർക്കും ശരിയായി മറുപടി നൽകാനാകുന്നില്ല. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ആർജവത്തിന് വലിയ പരിക്കാണ് മാധ്യമങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം ഏൽപ്പിക്കുന്നത്.